ഹലോ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിലെ കാര്യമായിട്ടാണ് കേട്ടോ വന്നത്. ഇന്ന് ബിഗ് ബോസിൽ അഖിൽമാരാർ വരുന്ന പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങേര് വരുന്ന ത്രില്ലിലാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും അല്ലേ. ശരിക്കും അങ്ങേരൊരു സൂപ്പർ എന്ന പവറുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ബിഗ് ബോസ് സീസൺ ഞാൻ മൊത്തം ലൈവ് ഇരുന്ന് കണ്ട ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ബിഗ് ബോസിൽ കളിക്കേണ്ടതെന്ന് ശരിക്കും എന്താ പറയേണ്ടത്, ഒരു വെൽ പ്ലാനോടുകൂടിയും ഗെയിമറുമായിട്ട് നിന്നത് അഖിൽമാരാറാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും സീസൺ കഴിഞ്ഞതിൽ ഞാൻ ആദ്യത്തെ സീസൺസ് ഒന്നും കണ്ടിരുന്നില്ല, എന്നാലും ഏകദേശം ക്ലിപ്പൊക്കെ കാണുന്നുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഫുൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ശേഷം അഖിൽമാരാറ സീസൺ തൊട്ട് ഇങ്ങോട്ട് ഞാൻ എല്ലാ സീസണിലും ലൈവ് അടക്കം ഞാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ലൈവ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അഖിൽമാരാർ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇത്രയും കാലത്തിന് ശേഷം ബിഗ് ബോസിൽ വന്നിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെപ്പോലൊരു പ്ലെയർ ആ പ്ലേ ചെയ്യുന്ന രീതികളും പറയുന്ന വാക്കുകളും ഒക്കെ അങ്ങനെ വന്ന സമയം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടും അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് അങ്ങേര് ആൾക്കാരെ മനസ്സ് കീഴടക്കിയത് അറിയില്ല. പക്ഷെ അങ്ങനെ ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ എന്നാലും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല തോന്നിയ ഗെയിമറായിട്ട് അങ്ങേരെ തന്നെ തോന്നിയത്. കാരണം ആ ഇത്രയും കാലം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായിട്ട് ഇറങ്ങിയവർക്കും ഓരോ സീസൺ കഴിയുന്നവരെ ആ ടൈറ്റിൽ വിന്നർഷിപ്പ്, അതായത് ആ ഒരു ഫെയിം ഉണ്ടായിട്ടുള്ളൂ. പിന്നെയൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടാറാണെങ്കിലും അഖിൽമാരാർ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സീസൺ തുടങ്ങി. എന്നിട്ട് പോലും ആ ഫെയിമിന് പേരിന് ഒരു എന്താ പറയുക താഴ്ചയും വരാണ്ട് ഇപ്പം കൊണ്ടു നടക്കുന്ന അഖിൽമാരാറാണ് കേട്ടോ. പിന്നെ പേഴ്സണലി അറിയില്ല അഖിൽമാരാറ, പക്ഷെ ഭയങ്കര ഫാനായിരുന്നു. ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോഴും എങ്ങനെയായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിൽ അതുപോലെ തന്നെ കേട്ടോ പുറത്തിറങ്ങിയപ്പോഴും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളതിൽ ഒരു സെലിബ്രിറ്റി ജാഡി ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ അഖിൽമാരാർ വന്ന ടാസ്കെല്ലാം പറയുന്നുണ്ട്, ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ചെരുപ്പ് മാനുഫാക്ചറിങ് കമ്പനീൻ്റെ. അതിൽ നൂറയാണ് അതിൻ്റെ ഓണറായിട്ട് അങ്ങനെ ടാസ്കെല്ലാം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അഖിൽമാരാർ എനിക്ക് ഈ വീടൊക്കെ കാണണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് 2 ആൾക്കാരും കൂടെ വരാനുണ്ട്, അവരും കൂടെ വന്നിട്ട് കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ആൾക്കാർ വരുന്നത് സെറീനയും അഭിഷേകുമാണ്. അതായത് അഖിൽമാരാർ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം വരുമ്പം വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബിഗ് ബോസിൽ നിന്ന് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇൻ്റർവ്യൂ പോലെയും ടാസ്ക് പോലെയൊക്കെ കൊടുക്കുന്നില്ല, അതുപോലെയാണെന്ന് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, പ്രൊമോഷനായിരുന്നു. പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ 3 ആളും വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈൽഡ് കാർഡിൽ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും കൂടെ ഇവരുടെ സിനിമയിൽ പാർട്ടാണ്. അപ്പോൾ അവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും പ്രൊമോഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അഭിഷേക് അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വരുമ്പം ചോദിച്ചിട്ടില്ലേ ഇത് അത്ര ഈസി ആണോ എന്ന്, ഇപ്പം എങ്ങനെ തോന്നുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ കളിച്ചാൽ നല്ല ഇമേജോടുകൂടി എല്ലാവർക്കും പുറത്ത് പോകാം, അല്ലെ പിന്നെ ഇമേജ് കുറച്ച് ഇതായി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അങ്ങനെ അഖിൽമാരാർ പറയുന്നുണ്ട്, ഞാൻ 0ത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്, ഇതിൻ്റെ ഒരു ടൈറ്റിൽ വിന്നർ ആയതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ കാണുന്ന ലെവലിൽ ഞാനൊന്ന് എത്തിയത്, അതിൽ ബിഗ് ബോസിനോട് താങ്ക്സ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേകും പറയുന്നുണ്ട്, ഞാനും കുറേ അധികം കഷ്ടപ്പെട്ടിരുന്നു, പക്ഷേങ്കിൽ അന്ന് എനിക്ക് ആ സിനിമ എന്നുള്ളൊരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേങ്കിൽ ഇന്ന് ഈ ബിഗ് ബോസ് ഇറങ്ങിയ സമയം മുതൽ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ പേരിലാണ് ഞാൻ ഈ സിനിമയിൽ കയറിയത്. അപ്പം നിങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഒരു എങ്ങനെയാണോ നല്ല നെഗറ്റീവിലാണെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക, പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫ് നിങ്ങൾക്ക് നോക്കാം. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പോസിറ്റിവിറ്റി വെച്ചിട്ട് കളിക്കാൻ നോക്കണം. അപ്പോൾ സെറീനയും പറയുന്നുണ്ട്, എന്നെ ആരും ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ല പണ്ടൊന്നും, പക്ഷേ ഞാൻ ബിഗ് ബോസിൽ വന്നതാണ് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആയത്. പിന്നെ നമ്മളത് ടേണിംഗ് പോയിൻ്റ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളത് പ്രവർത്തിക്കണം, എന്നാലേ അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സമയമായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ പറഞ്ഞ് അവരൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. പക്ഷേങ്കിൽ അപ്പോൾ ഇങ്ങനെയെല്ലാം ഇന്നത്തെ ലൈവിലുണ്ടായ കാര്യങ്ങൾ. കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബായ്.